ഇതൊക്കെ കണക്കുകളാണ്. ആ കണക്കുകൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ നുണ പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന, നുണ ഒരു മാതൃഭാഷയാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് നിർഭാഗ്യവശാലുള്ളത്. എന്തോരം നുണയാണ് പറയുന്നത്. വർത്തമാനത്തെക്കുറിച്ച് മാത്രമല്ല, ചരിത്രത്തെക്കുറിച്ചിട്ടും. എപ്പോഴും ഈ പണം, അധികാരം, പദവി, മാധ്യമങ്ങളുടെ നിയന്ത്രണമൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നുണ പറയാൽ ഒരു കലയാക്കി മാറ്റിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലോട്ടറി ഇവർക്ക് അടിച്ചു, അതിൻ്റെ പുറത്താണ്. എവിടെയൊക്കെ നേരത്തെ ഭരിച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ ഇവർ പിന്തള്ളപ്പെട്ടുമ്പോഴാണ് അനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ പന്തളത്തെ അനുഭവം ഉണ്ടായി, തിരുവനന്തപുരത്ത് കള്ളിക്കാട് പഞ്ചായത്തിലുണ്ടായി, പല സ്ഥലങ്ങളിലും അതാണ് അനുഭവം എന്ന് പറയുന്നത്. പിന്നെ ഒരു കൊറോണ വൈറസൊക്കെ വന്നു പോകുന്ന പോലെ അങ്ങ് വന്നു പോകുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ. ഇവരുടെ എല്ലാം പിന്നെ രാഷ്ട്രീയം അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ BJP-യുമായിട്ടൊക്കെ പൊളിറ്റിക്കലി, ഐഡിയോളജിക്കലി ഭയങ്കര കണക്ഷൻ ഉള്ളവർ, BJP രാഷ്ട്രീയത്തിൻ്റെ ഒരർത്ഥത്തിലുള്ള പ്രചാരകന്മാരായിരിക്കുന്നവരാണ് ഈ തന്ത്രി ഉൾപ്പെടെയുള്ള പല ആളുകളും. ഈ പറയാവുന്ന മാന്യദേഹം ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. എന്തായിരുന്നു കേന്ദ്രമായിട്ടുള്ള ആ കാലത്ത് റിലേഷൻഷിപ്പ്? മുഖ്യമന്ത്രി സ്ഥാനത്ത് കുറച്ചാൽ ഇരുന്ന ഒരാളാണല്ലോ ഈ പറയുന്നത്. അന്ന് കേന്ദ്രത്തിലൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അന്ന് കേന്ദ്രത്തിലൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നല്ലോ. ഗുജറാത്ത് ഗവൺമെൻറ്റും അവരും തമ്മിലുള്ള സമീപനം എങ്ങനെയായിരുന്നു? ഇപ്പോൾ മോദി ഇന്നിപ്പോൾ സംസ്ഥാനത്തെത്തി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ PM-ശ്രീ അടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി ഇതാദ്യമായിട്ടല്ല കേരളത്തിൽ വരുന്നത്. ഓരോ തവണ വരുമ്പോഴും പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് പ്രസംഗത്തിൻ്റെ ഉള്ളടക്കമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സമാനമായ പ്രസംഗങ്ങളായിരിക്കും. ഇവിടെ വന്നിട്ടിപ്പോൾ കേരളത്തെക്കുറിച്ച് നല്ലത് പറയാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ കുറിച്ച് നല്ലത് പറയാനോ അദ്ദേഹം മുതിരുമെന്ന് നമ്മളാരും വിചാരിക്കുന്നില്ല. അതുകൊണ്ടൊരു അത്ഭുതമില്ല. കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കേണ്ട പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിരിക്കുന്ന അവരുടെ അജണ്ട നടപ്പാക്കുന്ന കാര്യങ്ങളിൽ ഉള്ള കേരളത്തിൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഏതാണ്ട് ഇവർ കുറേ ആൾക്കാർ മുകളിൽ നിന്ന് പ്രൊജക്റ്റ് കൊടുക്കുന്നവരും കുറേ പേര് ഇവിടെ നടപ്പാക്കാൻ നിൽക്കുന്നു എന്നുള്ള ഒരുതരം ഈ മുതലാളിത്ത മനോഭാവം കൊണ്ടാണ്, ഈ ഒരു ദാസ്യ വൃത്തി ചെയ്യേണ്ടവരാണ് ബാക്കിയുള്ളൊരു മനോഭാവം കൊണ്ടാണ് ഈ പ്രസ്താവനയൊക്കെ വരുന്നത്. ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് സംസ്ഥാനങ്ങളും ഗവൺമെൻറ്റും ഒക്കെ, കേന്ദ്ര ഗവൺമെൻറ്റും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണം. ആ സഹകരണം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആകാവുന്ന തരത്തിലൊക്കെ ഗവൺമെൻറ് ചെയ്യും. അതൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇവരുടെ ഈ രാഷ്ട്രീയ പരിപാടികൾക്ക് കേരളത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. അതുമാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഈ പറയാവുന്ന മാന്യദേഹം ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. എന്തായിരുന്നു കേന്ദ്രമായിട്ടുള്ള ആ കാലത്ത് റിലേഷൻഷിപ്പ്? മുഖ്യമന്ത്രി സ്ഥാനത്ത് കുറച്ചാൽ ഇരുന്ന ഒരാളാണല്ലോ ഈ പറയുന്നത്. അന്ന് കേന്ദ്രത്തിലൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, അന്ന് കേന്ദ്രത്തിലൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നല്ലോ. ഗുജറാത്ത് ഗവൺമെൻറ്റും അവരും തമ്മിലുള്ള സമീപനം എങ്ങനെയായിരുന്നു? അപ്പോൾ സ്വാഭാവികമാണ് പൊളിറ്റിക്സിനകത്ത് ആ കാര്യം എന്ന് പറയുന്നത്. ഇവർ കുറേ ആൾ പ്രൊജക്റ്റ് കൊടുക്കുന്നവരും ഞങ്ങൾ കുറേ പേരിത് ഇങ്ങനെ ഏറ്റുവാങ്ങിക്കണം എന്ന് പറയുന്ന രീതിയിൽ ഉള്ള സമീപനമൊക്കെ ഒരു ജന്മിത്വ സമീപനമാണ്. അതൊന്നും കേരളത്തിൽ നടക്കുന്നതല്ല. പിന്നെ ഞങ്ങളെക്കുറിച്ച് ഇവർ നല്ലത് പറയുമ്പോഴാണ് ഞങ്ങൾ പേടിക്കുക. ഇവിടെ നരേന്ദ്രമോദി വന്ന് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് കുറച്ച് മോശം പറഞ്ഞുമുള്ളത് കൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, സെക്കുലർ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. 2022 കാലത്ത് സംസ്ഥാന സർക്കാരിന് കിട്ടിയിരുന്ന കേന്ദ്ര വിഹിതം 34%. അത് കഴിഞ്ഞ തവണ ആയപ്പോഴേക്കും അത് 25% കുറഞ്ഞു. 10%ആയിട്ടാണ് ഇപ്പോൾ, ഏകദേശം 10%-ഓളം കുറവുണ്ട്. ഈ കേന്ദ്ര വിഹിതം തരാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് പ്രധാനമന്ത്രി പറയുന്നതാണ്. കേന്ദ്ര വിഹിതം തരാതിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ തരിക, കൊടുക്കുക, വാങ്ങുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഉപേക്ഷിക്കേണ്ടതാണ്. നമുക്കെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പൈസയുണ്ട്, നികുതി പല രൂപത്തിൽ. ആ കൊടുക്കുന്നതിൻ്റെ എത്രയാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടുന്നതെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം നമ്മൾ ദേശീയപാതയ്ക്ക് വേണ്ടി നമുക്ക് പണം തരുന്നുണ്ട്. നമ്മളിപ്പം കോടാനുകോടി ഓരോ ദിവസവും നമ്മൾ ടോൾ രൂപത്തിൽ ഇതിൽ കൂടെ പ്രധാനമായിട്ട് മലയാളി കൊടുക്കുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ളത് മാത്രമല്ല, നിങ്ങൾ ഓരോ സംഗതി വാങ്ങിക്കുമ്പോഴും നിങ്ങൾ നികുതി കൊടുക്കുന്നുണ്ട്. ആ നികുതിയുടെ സിംഹഭാഗവും അവിടെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ കുറച്ച് വികസിച്ച് പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് മാനദണ്ഡം ഓരോന്നുണ്ടാക്കിയിട്ട് നമുക്ക് അർഹമായ പലതും കിട്ടുന്നില്ല. അതുകൊണ്ട് വിഹിതത്തിനകത്ത് കുറവ് വരുന്നു. ഇതൊക്കെ കണക്കുകളാണ്. ആ കണക്കുകൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇങ്ങനെ നുണ പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന, നുണ ഒരു മാതൃഭാഷയാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് നിർഭാഗ്യവശാലുള്ളത്. എന്തോരം നുണയാണ് പറയുന്നത്. വർത്തമാനത്തെക്കുറിച്ച് മാത്രമല്ല, ചരിത്രത്തെക്കുറിച്ചിട്ടും. എപ്പോഴും ഈ പണം, അധികാരം, പദവി, മാധ്യമങ്ങളുടെ നിയന്ത്രണമൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നുണ പറയാൽ ഒരു കലയാക്കി മാറ്റിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി എന്ത് ചെയ്യാൻ പറ്റും? നിലവിൽ കേരളത്തിലെ ഇടത് വലത് ഭരണങ്ങളെ പൂർണ്ണമായിട്ടും വർഗീയതയുടെയും അഴിമതിയുടെയും ഒരു ഭരണകൂടമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത്. വർഗീയ കലാപങ്ങളോ അസ്വസ്ഥതകളോ ഇല്ലാത്ത കഴിഞ്ഞ 10 വർഷമായി മുന്നോട്ട് പോകുന്നൊരു സംസ്ഥാനം. വികസന കാര്യം എടുത്തു നോക്കിയാൽ ഇന്ത്യയിലെ ഏത് ഗവൺമെൻറ്റുമായും ചലഞ്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംസ്ഥാനം. എപ്പോഴും രാഷ്ട്രീയത്തിൽ വസ്തുതകൾക്കാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ
അദ്ദേഹത്തിൻ്റെ ഡിഗ്രിയെക്കുറിച്ച് പണ്ടേ ആളുകൾ സംശയം ഉന്നയിച്ചിരുന്നു. ആ സംശയം വീണ്ടും ഉയർത്തിപ്പിടിക്കേണ്ടി വരും. നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസമോ അല്ല കാര്യമായ വിദ്യാഭ്യാസവും ഇല്ലാത്തതിൻ്റെ കുറവായി എന്ന് മാത്രം പറയേണ്ടി വരും. കാരണം കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഈ കേരളത്തെ ഇങ്ങനെ കുറ്റം പറയാൻ ഇവിടെ വന്നിട്ട് ആർക്കും സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മൾ മറ്റ് പല സംസ്ഥാനങ്ങളെയേക്കാൾ ഫാർ ബെറ്ററാണ് പല കാര്യങ്ങളിലും. ഇനി മാറേണ്ടതില്ല എന്നല്ല പറയുന്നത് അർത്ഥം, പക്ഷേ ചെയ്യേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവനകൾക്കൊന്നും ഒരു ശരാശരി മലയാളി ഒരു വിലയും കൽപ്പിക്കില്ല. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചെടുത്തു. വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് BJPയുടെ കൂടാരം ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ മോദിയുടെ ഭാഗത്ത് അങ്ങനെയുള്ളൊരു പ്രഖ്യാപനങ്ങളൊന്നും ഇന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഒന്നത് അത് അവരുടെ ഒരു ആഭ്യന്തര കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് BJP ജയിച്ചത് എന്ന് ഇവിടുത്തെ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഈ കണക്കൊക്കെ പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. മോഡൽ സിറ്റി പിന്നെ അപ്പം കണ്ടല്ലോ, ഇൻഡോർ എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യലായ ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇൻഡോറിലൊക്കെ നടപ്പാക്കിയിരിക്കുന്നത്. ജനജീവിതത്തിനകത്ത് കാര്യമായ ഒരു മാറ്റം വരുത്തിയിട്ടോ പദ്ധതികളിലൂടെ ജനജീവിതം മാറ്റിമറിച്ചിട്ടോ ഒന്നുമല്ല, ഉപരിപ്ലവമായ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അത് തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ ഒരു ലോട്ടറി ഇവർക്ക് അടിച്ചു, അതിൻ്റെ പുറത്താണ്. എവിടെയൊക്കെ നേരത്തെ ഭരിച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ ഇവർ പിന്തള്ളപ്പെട്ടുമ്പോഴാണ് അനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ പന്തളത്തെ അനുഭവം ഉണ്ടായി, തിരുവനന്തപുരത്ത് കള്ളിക്കാട് പഞ്ചായത്തുണ്ടായി, പല സ്ഥലങ്ങളിലും അതാണ് അനുഭവം എന്ന് പറയുന്നത്. പിന്നെ ഒരു കൊറോണ വൈറസൊക്കെ വന്നു പോകുന്ന പോലെ അങ്ങ് വന്നു പോകുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസക്കാരനാണ് ഞാൻ ഈ തിരുവനന്തപുരത്തൊക്കെ. ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അടൂർ പ്രകാശും പോറ്റിയുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ പുറത്തു വരികയാണ്, ചിത്രങ്ങൾ സഹിതം. പലപ്പോഴായിട്ടും വാർത്താമാധ്യമങ്ങളിൽ വന്നിട്ടില്ല. ഇന്ന് അദ്ദേഹം വന്ന് പറയുമ്പോഴും കണ്ടിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ട്. ശബരിമല ഈ സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പാർട്ടിയുമുള്ള നിലയിൽ ഞങ്ങൾ എടുത്ത പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത ഒരു സമീപനമുണ്ട്. എന്താ പറഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. വിശ്വാസികളുടെ പേരിൽ ഏറ്റവും തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ വലിയ ഭക്തന്മാരും നടിക്കുന്നവരാണ്. ഞാനൊരു പിന്നെ ഈ വിശ്വാസികളെ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ ഈ കപട ഭക്തന്മാർക്ക് എങ്ങനെ സാധിച്ചു എന്നതിനകത്ത് എനിക്കൊരു അത്ഭുതമില്ല. കാരണം ഇതെല്ലാം ഒരു ഭക്തി ഒരു മറയാക്കി തട്ടിപ്പ് നടത്തുകയാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തു, അന്വേഷണം ഭംഗിയായിട്ട് നടക്കുന്നു. ഇവരുടെ എല്ലാം പിന്നെ രാഷ്ട്രീയം അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ BJPയുമായിട്ടൊക്കെ പൊളിറ്റിക്കലി ഐഡിയോളജിക്കലി ഭയങ്കര കണക്ഷനുള്ള BJP രാഷ്ട്രീയത്തിൻ്റെ ഒരർത്ഥത്തിലുള്ള പ്രചാരകന്മാരായിരിക്കുന്നവരാണ് ഈ തന്ത്രി ഉൾപ്പെടെയുള്ള പല ആളുകളും. ഒരർത്ഥം പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് നല്ല പങ്കുണ്ട്. അവർ അഖിലേന്ത്യാ നേതൃത്വത്തിനെ പോലും പോറ്റിയെ കാണാൻ അവസരം കിട്ടിയല്ലോ. അതുകൊണ്ട് അന്വേഷണം ഗംഭീരമായി നടക്കട്ടെ, ഉപ്പ് തിന്ന ആളുകൾ മുഴുവൻ വെള്ളം കുടിക്കട്ടെ. അയോധ്യയിലെ ക്ഷേത്രം അടുത്ത കാലത്ത് പണിതപ്പോൾ അതിൻ്റെ ചോർച്ചയൊക്കെ സംഭവിച്ചു, ചില പ്രശ്നങ്ങളുണ്ടായി. അതിന് സ്കാം നടന്നതാണ് പറയുന്നത്. ഈ BJP ഒക്കെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ പല ട്രസ്റ്റുകളും അമ്പലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരും. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളും അതിനാവശ്യമായ ബഹുജന സമ്മർദ്ദം ഇല്ലാത്തതുകൊണ്ടാണ്, ഇടപെടൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഭാവി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളൊന്നായിരിക്കും ഈ BJP നിയന്ത്രണത്തിൽ ഇന്ത്യയിലെ അമ്പലങ്ങളിൽ നടത്തുന്ന തട്ടിപ്പുകളും ഈ ഭക്തിയുടെ പേരിൽ നടക്കുന്ന ചൂഷണം എന്ന് പറയുമ്പോൾ.